പരിശുദ്ധാത്മാവാണ് യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നത്. അതുകൊണ്ട് ആത്മാവ് നിർവീര്യമായി, ഇവൻ പാപം മൂലം ആത്മാവ് നിർവീര്യമായി പോയെന്ന് വിചാരിക്കും. പാപം ചെയ്യും ആത്മാവ് നിർവീര്യമായി. ആ പാപത്തിൽ ഒരു വ്യക്തി ഇവിടെ വന്നിരുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാന്ന് വിചാരിക്കും. അവനിങ്ങനെ അലസനായിട്ടിരിക്കും. അവനിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കും, കുറെ നേരം ഇരിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, തിരിച്ചു പോകും. പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം അവന്റെ ആത്മാവ് നിർവീര്യമായി പോയപ്പോൾ യേശു ജീവിക്കുന്നവനായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. ഈശോ ഇങ്ങനെ നമ്മുടെ കൂടെയുണ്ടെന്നും ഈശോ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ടെന്നും. ആ കൂടെയുള്ള യേശുവിനെ അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കണം, ആത്മാവിലുള്ള ജീവിതം നയിക്കണം, പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് ജീവിക്കണം, ആത്മാവിൽ അഭിഷേകമുള്ള ജീവിതം നയിക്കണം, ആത്മാവിനെ നിർവീര്യമാക്കരുത്, പാപം മൂലം ആത്മാവിനെ കടത്തിക്കളയരുത് എന്നൊക്കെ പറയുന്നത് കാണുന്നത്. യേശുവിനെ ജീവിക്കുന്നവനായി എനിക്ക് നിനക്കും അനുഭവിക്കാൻ പറ്റണമെങ്കിൽ, ഓരോ കൂദാശകളിലും ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ, വിശുദ്ധ കുർബാനയിൽ അവന്റെ ജീവിക്കുന്ന സാന്നിധ്യം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് യേശുവിനെ ജീവിക്കുന്നവനായി അനുഭവിക്കാൻ പറ്റുക.